ഹലോ കുട്ടികളെ, ഇന്ന് 7ാം ക്ലാസ്സിൻ്റെ ഹിന്ദി പരീക്ഷയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നോക്കാം. നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയിട്ട് പോവാം. ഈ പരീക്ഷയിൽ നിന്ന് കുട്ടികൾ എത്രമാത്രം പഠിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് അവരെ കമ്പയർ ചെയ്യാനോ മറ്റു തരത്തിൽ വേദനിപ്പിക്കാനൊന്നുമല്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എത്രമാത്രം പഠിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് മാത്രമാണിത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാവുക. യാതൊരുവിധ ടെൻഷൻ്റെ ആവശ്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ അതിൻ്റെ ആദ്യ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കുക. 7ാം ക്ലാസ്സിലെ ഹിന്ദി പരീക്ഷയുടെ തുടക്കം. ആദ്യ ഭാഗത്ത് നിങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക. ഇതെന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കുക. കണ്ടില്ലേ? സാമാന്യ നിർദ്ദേശം ആദ്യം തന്നെ ഉള്ളതാണ്. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം. കണ്ടില്ലേ? ഒന്നാമത്തെ എന്താണ്? ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. സ്വസ്ഥമായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ചു നോക്കുക. അടുത്ത കണ്ടില്ലേ? കുൽ ചഫ് ഗതിവിധിയോ ഹേ. ഇത്രയാണ് 6 ഗതിവിധികൾ, 6 ഭാഗങ്ങളുണ്ട്. സബീസെ ഉത്തർ ലിഖോ അനിവാര്യ. എല്ലാത്തിനും ഉത്തരം എഴുതുന്നത് നിർബന്ധമാണ്, അനിവാര്യമാണ്. ആദ്യത്തെ 6 പിന്നെയുള്ള ഗതിവിധി 2 ഉണ്ട്. ഗോ. ഈ ഗതിവിധിയിൽ ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി ഒരു ധാരണ ഉണ്ടാക്കുക. ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. അതാണ് ആദ്യം വേണ്ടത്. നോക്കാം. ഒന്നാമത്തെ ഗതിവിധി. എന്താണ് ഒന്നാമത്തെ ഗതിവിധി പറയുന്നത്? സൂചന. ഗഡ്ബഡ് ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖോ. താഴെ കൊടുത്തിരിക്കുന്ന ആ പാരഗ്രാഫ് വായിച്ചു നോക്കിയിട്ട് ഉത്തരം എഴുതുക. വളരെ എളുപ്പമാണ്. നിങ്ങൾ വായിച്ചു നോക്കുക. ആദ്യം ഞാൻ പറയട്ടെ, ഹിന്ദി വായിച്ചു നോക്കുക എന്ന് പറയുമ്പം നിങ്ങൾക്ക് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോ അർത്ഥങ്ങളൊക്കെ ഓരോ തവണയായിട്ട് ഓരോ വാക്കുകൾ അറിയാത്ത അർത്ഥങ്ങളൊക്കെ പഠിച്ചു വെക്കണമെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പോലെ നമുക്ക് കാണാതെ ഒന്ന് എഴുതാൻ പറ്റിയൊരു സാധനമല്ല ഹിന്ദി പരീക്ഷ. നിങ്ങൾക്ക് എത്ര പഠിച്ചിട്ടുണ്ടോ ആ പഠിച്ച കാര്യങ്ങൾ പ്രകടിപ്പിക്കുക. കൂടുതൽ ടെൻഷനൊന്നും വേണ്ട. നമുക്ക് വായിച്ചു നോക്കാം. മനോഹർപൂർ ഗാവുമേം ഏക്ക് റെയിൽവേ സ്റ്റേഷൻ ഹേ. എന്ന് വെച്ചാൽ മനോഹർപൂർ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇത് ഒഡീസ സീമ പർ ഹെ. ഇത് ഒഡീഷയുടെ അതിർത്തിയിലുള്ള ഒരു ഗ്രാമമാണ്. ഇസ്ലിയെ ഹർ ട്രെയിൻ എഹാം രുക്തി ഹെ. അതുകൊണ്ട് തന്നെ എല്ലാ ട്രെയിനുകളും ഇവിടെ നിർത്തുന്നു. ഗാവ് കെ പാസ് വാലി ചോട്ടി പഹാടി സെ गुजरती ट्रेन खिलौने की तरफ दिखाती है. ഈ ഗ്രാമത്തിൻ്റെ അവിടെയുള്ള താഴ്വരയിൽ കൂടെ ട്രെയിൻ പോകുന്നത് കണ്ടാൽ ചോട്ടി പഹാടി, ചെറിയ കളിപ്പാട്ടം പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഗ്രാമത്തിൻ്റെ താഴ്വരയ്ക്ക് ട്രെയിൻ പോകുമ്പോൾ ചെറിയ കളിപ്പാട്ടം പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. ഇതാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ വായിച്ചു നോക്കാനുള്ളത്. ഇത് വായിച്ചിട്ട് ഇതിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതുക. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ആൻസർ എഴുതാൻ പറ്റിയാൽ മതി. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ.
മനോഹർപൂർ റെയിൽവേ സ്റ്റേഷൻ കഹാ ഹെ? മനോഹർപൂർ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? ഓപ്ഷൻ കണ്ടില്ലേ? ഒഡീസ കെ ബാഹർ, ഒഡീസയുടെ പുറത്ത്. ഒഡീസ കി സീമ പർ, ഒഡീസയുടെ അതിർത്തിയിൽ. ഒഡീസാമേ, ഒഡീസയിൽ. ഇനിമേ കോയി നഹി, ഇതിലൊന്നുമില്ല. ഇപ്പം എന്താണ് കൃത്യമായിട്ട് ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഒഡീസ പർ, ഒഡീസ കി സീമാമേ. ഇതാവുമ്പോൾ ഇതാണ് ആൻസർ. അടുത്ത് മനോഹർപൂർ ഹർ ട്രെയിൻ റുക്തി ഹെ, എല്ലാ ട്രെയിനും നിർത്തുന്നു, എന്തുകൊണ്ട്? എന്തുകൊണ്ട് എല്ലാ ട്രെയിനും നിർത്തുന്നത്? പഹാഡോं के कारण में, പഹാഡ് ഹോനെ കെ കാരണം, പർവ്വതങ്ങൾ ഉള്ളത് കൊണ്ട് ആണോ? ഷഹർ ഹോനെ കെ കാരണം, ഷഹർ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഗ്രാമമായതുകൊണ്ട്, സോറി പർവ്വതങ്ങളുള്ളതുകൊണ്ട് ആണോ? ഗാം ഹോനയ്ക്ക് കാരണം, ഗ്രാമമായതുകൊണ്ട്. സീമ ഹോനയ്ക്ക് കാരണം, ഏതാണ് ആൻസർ? അതിർത്തി ആയതുകൊണ്ട്. അടുത്ത് ചോട്ടി പഹാടി से गुजरती ट्रेन कैसा दिखाती है? എങ്ങനെയാണ് ട്രെയിൻ കാണപ്പെടുന്നത്? ഏത് രീതിയിലാണ് നമ്മൾ ഒഡീസയിൽ നിന്ന് അവിടെ നോക്കുമ്പോൾ ട്രെയിൻ കാണപ്പെടുന്നത്? പർവ്വതങ്ങളുടെ കുന്നിന് മേലെ നിന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? താഴ്വരയിൽ കൂടെ ഒരു കളിപ്പാട്ടം പോലെയാണ് നമ്മൾ കാണപ്പെടുന്നത് അല്ലേ? ആൻസർ ഏതാണ്? ഗുബ്ബാരേസ്, ബലൂൺ പോലെ ആണോ? പതങ്ക് കി തരഹ്, പട്ടം പോലെ ആണോ? ഗിലോനെ കി തരഹ്, കളിപ്പാട്ടം പോലെ. ഗേന്ദ് കി തരഹ്, പന്ത് പോലെ. ഇതാണ് കളിപ്പാട്ടം പോലെയാണ് കാണപ്പെടുന്നത്. അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അത് നമ്മൾ വായിച്ചു നോക്കുക. റെയിൽവേ സ്റ്റേഷൻ കോ സാഫ് രഖ്ന ഹെ, ഇസ് പർ ഏക് സംകേത് പട്ട് തയ്യാർ കരോ. എന്താണ് ചോദിച്ചേക്കുന്നത്? റെയിൽവേ സ്റ്റേഷൻ വൃത്തിയായി സൂക്ഷിക്കണം. റെയിൽവേ സ്റ്റേഷൻ വൃത്തിയായി സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എന്താ ഉണ്ടാക്കേണ്ടത്? നമ്മളൊരു ബോർഡ്, സൈൻ ബോർഡ് വെക്കണം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? ഒരു സൈൻ ബോർഡ് പല സ്ഥലത്ത് എഴുതി വെച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. സൈൻ ബോർഡ് എങ്ങനെ ഉണ്ടാവുക? ഒരു ബോർഡ് വരയ്ക്കുക, എന്നിട്ട് അത് കൃത്യമായിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ കാണിക്കുക. സൈൻ ബോർഡ് വെച്ചിട്ടുണ്ടാവില്ലേ? ഏതെങ്കിലും രീതിയിലുള്ള ഒരു വേണ്ട, അപ്പോൾ ഒരു സൈൻ ബോർഡ് എങ്ങനെയാണ്? നമ്മൾ പല സ്ഥലത്ത് ബോർഡ് വെച്ചേക്കുന്നുണ്ടല്ലേ, അതുപോലൊരു ബോർഡ് ഉണ്ടാക്കി നമ്മുടെ ആൻസർ ഷീറ്റിൽ കാണിക്കുക. അതാണ് വേണ്ടത്. അടുത്ത ഗതിവിധി എന്താണ്? സാഫ് സഫായി മേം औवल गांव लेका यह अंश पढ़े और प्रश्नों के उत्तर लिखो. എന്താണ് കൊടുത്തേക്കുന്നത്? ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് വായിച്ചിട്ട് അതിൻ്റെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യാൻ എളുപ്പമല്ലേ? നേരത്തെ പോലെ തന്നെയാണ്. അത് വായിച്ചു നോക്കുക. വായിച്ചു നോക്കാവുന്നല്ലേ ഉള്ളൂ. ഇസ് गांव की सबसे बड़ी खासियत यह है कि यहाँ की सारी साफ सफाई गांव वाले खुद ही करते हैं. स्वच्छता के लिए यहाँ के लोग किसकी तरह से प्रशासन पर निर्भर नहीं है.
ഇവിടെ എന്താ എഴുതി വെച്ചേക്കുന്നത്? മനസ്സിലായോ? ഈ പാരഗ്രാഫ് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഇത് എഴുതാൻ പറ്റുകയുള്ളൂ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ ശുചീകരണ പ്രവർത്തനങ്ങളും ഗ്രാമവാസികൾ തന്നെയാണ് ചെയ്യുന്നത്. സാഫ് സഫായി ഗ്രാമവാസികൾ തന്നെയാണ് ചെയ്യുന്നത്. എന്താണ്? സ്വച്ഛതാ കേലിയെ, ഈ ശുചിത്വത്തിനു വേണ്ടി ലോക് ഇവിടുത്തെ ആളുകൾ യാതൊരു തരത്തിലും സർക്കാരിനെ അല്ലെങ്കിൽ ഭരണകൂടത്തെ ആശ്രയിക്കാറില്ല എന്നുള്ളതാണ്. ഇത്രയും കൊടുത്തിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ താഴെയുള്ള സംഭവങ്ങൾ വായിച്ചു നോക്കുക, ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. ഗാവ് കി വിശേഷതായും, ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത് നമുക്ക് നോക്കാം. ഗാവ് കി സാഫ് സഫായി ഗാവ് വാലെ ഖുദ് കർത്തെ, ഗ്രാമത്തിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ അവർ തന്നെ ചെയ്യുന്നു. ഗാവ് കി സാഫ് സഫായി ഗാവ് വാലെ ദൂസറോം സെ കർവാത്തെ ഹെ, മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുന്നുണ്ടോ? ഗാവ് വാലെ സഫായി കെ ലിയെ പ്രശാസൻ നിർഭർ ഹെ, ഭരണകൂടത്തെ ആശ്രയിക്കുന്നു. ഉണ്ടോ? ഗാവ് വാലെ സഫായി കെ ലിയെ പ്രശാസൻ പർ നിർഭർ നഹി ഹെ, ഭരണകൂടത്തെ ആശ്രയിക്കുന്നില്ല. ഇതിലേതാണ് ശരി? ശരിക്കും സത്യം പറഞ്ഞാൽ ഒന്നാമത്തെയും മൂന്നാമത്തെയാണ് ശരി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ വന്ന് കണ്ടില്ലേ ക്വസ്റ്റ്യൻ, സഹി വികൽപ്പ് ചുൻകർ ലിഖോ, അതായത് ആ ഓപ്ഷനിൽ നിന്ന് കൃത്യമായി എടുത്തെഴുതുക. ഒന്നാമത്തെയും മൂന്നാമത്തെയാണ് കറക്റ്റ് ഉള്ളത് അല്ലേ? അപ്പോൾ ആൻസർ ഏതാണ് ഇതിനകത്ത്? 1ഉം 3ഉം. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ കൃത്യമായ ആൻസർ എഴുതുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അതിനകത്ത് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട് ലാസ്റ്റ്. എന്താണ്? സ്വച്ഛത അപ്നാവോ ബീമാരി സെ ദൂർ രഹോ സന്ദേശ് ദേത്തെ ഹുയെ പോർട്രേറ്റ് തയ്യാർ കരോ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താണ് ചെയ്യേണ്ടത്? സ്വച്ഛത അപ്നാവോ എന്ന് വെച്ചാൽ എന്താണ്? ബീമാരി സെ ദൂർ കരോ, ശുചിത്വം സ്വീകരിക്കുക, രോഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന സന്ദേശമുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. പോസ്റ്റർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ഒരു പ്രത്യേക ബോക്സിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, വളരെ ശ്രദ്ധയോടെ നമ്മൾ ചെയ്താൽ മതി. ഭംഗിയായിട്ട് ചെയ്യുന്നത് ഏറ്റവും വൃത്തിയായിട്ട്. കാരണം നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി എഴുതുന്നത് എന്തു തന്നെയായാലും അത് നിങ്ങളുടെ അധ്യാപകർക്ക് വായിക്കാൻ പറ്റണം. അത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറിന് മാർക്ക് ഇടാനുള്ള ഒരു അവസ്ഥ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റിൽ ഉണ്ടാക്കി കൊടുക്കണം. ഗതിവിധി 3 നോക്കാം. എന്താണ്? ഖട്ട് പടേ ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖോ. എന്നുവെച്ചാണ് സൂചന പ്രകാരം താഴെ തന്നിരിക്കുന്നത് വായിച്ചു നോക്കുക. ഈ ചെറിയ പാരഗ്രാഫ് വായിച്ചു നോക്കുക, അതിനുശേഷം ഉത്തരം കൊടുക്കുക. നോക്കാം. കേദാർനാഥ് അഗ്രവാൾ കാ ജന്മ 1 ഏപ്രിൽ കണ്ടില്ലേ 1911 को उत्तर प्रदेश में हुआ. ഈ കേദാർനാഥ് അഗ്രവാൾ എന്ന് പറയുന്ന സാഹിത്യകാരനെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 1, 1911
ഉത്തർപ്രദേശിലായിരുന്നു. പഹല പാനി ബസന്തി ഹവ, പഹല പാനി ബസന്തി ഹവ ആദി ഉൻകി പ്രമുഖ രചനായ ഹെ. ഈ പഹല പാനി ബസന്തി ഹവ എന്നിവയൊക്കെ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ അല്ലെങ്കിൽ പ്രശസ്തമായ കൃതികളാണ്, എഴുത്തുകളാണ്. വേ സാഹിത്യ അക്കാദമി പുരസ്കാർ സെ സമ്മാനിത ഹെ. അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഉൻകി മൃത്യു കണ്ടില്ലേ 22 ജൂൺ 2000 കോ ഹുയി. അദ്ദേഹം മരിച്ചത് 2000 ജൂൺ 22 എന്ന വർഷത്തിലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ കൊടുക്കും. നമ്മൾ ഈ പാരഗ്രാഫ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ എഴുതുന്നൊരു വിഷയമല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്, ക്വസ്റ്റ്യൻ അല്ല, പകരം പ്രൊഫൈലാണ്. പ്രൊഫൈലിൻ്റെ അകത്ത് എന്താ ചെയ്യേണ്ടത്, ഈ പ്രൊഫൈലിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങൾക്ക് കൃത്യമായിട്ട് അങ്ങ് എഴുതുക. ഇപ്പോൾ പ്രൊഫൈലിൻ്റെ ഫോർമാറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ആദ്യം എന്താണ്, പേരറിയാലോ, ജന്മതീയതി, ജനിച്ച വർഷം കൊടുത്തിട്ടുണ്ട്, ജനിച്ച സ്ഥലം കൊടുത്തിട്ടുണ്ടല്ലോ. എവിടെയാണ് കൊടുത്തേക്കുന്നത്, ജന്മസ്ഥലം ഉത്തർപ്രദേശിന്. അടുത്ത് പ്രമുഖ രചനയെ, പ്രധാനപ്പെട്ട രചനകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, പഹല പാനി ബസന്തി ഹവ. അടുത്തതാണ് മൃത്യു എന്ന മരിച്ച ഡേറ്റ് കണ്ടില്ലേ, അതും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്നാമത് എന്താണ്, നാമം കേദാർനാഥ് കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്, അഗ്രവാൾ. അപ്പോൾ അത് വൃത്തിക്കങ്ങ് എഴുതി വെക്കുക. പിന്നെ ചോദിച്ചിട്ടുണ്ട്, കേദാർനാഥ് അഗ്രവാൾ കിസ് പുരസ്കാർ സെ സമ്മാനിത ഹ. ഏത് പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്, ഏതാണ്, അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതങ്ങ് നോക്കി എഴുതി വെക്കുക. സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അടുത്തെന്താണ്, ഗതിവിധി അടുത്ത പോവാം. സൂചന, ഖുദ് സെ പ്യാർ കവിത കാ യഹ് അംശ് പഠേ ഔർ പ്രശ്നോं को उत्तर लिखे. ഈ ഖുദ് സെ പ്യാർ എന്ന കവിതയുടെ ഈ ഭാഗം വായിച്ചു നോക്കിയിട്ട് അതിന് കൃത്യമായ ഉത്തരം കൊടുക്കുക. ചോദ്യങ്ങൾക്ക് പ്രശ്നോं को उत्तर लिखो. പ്രശ്നം എന്ന് വെച്ചാൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. നമുക്കത് വായിച്ചു നോക്കത്തില്ലേ. ബാദൽ അപ്പനെ ജൽ സെ ഇത്തനാ പ്യാർ കരോ കി വഹ് ദേ സകേ ജൽ ദുനിയ കോ ഭി. മൈം ഖുദ് സെ ഇത്തനാ പ്യാർ കരൂംഗി ദേ സകൂം പ്യാർ ദുനിയ കോ ഭി. കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. ഒരു മേഘം അപ്പനെ ജൽസെ സ്വന്തം ജലത്തെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു, എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവോ, ഇത്തനാ പ്യാർ കരോങ്കി വഹ് ദേ സകേ ജൽ ദുനിയ കോ ഭി, അത്രമാത്രം ജലം ഈ ലോകത്തിന് നൽകാൻ മേഘത്തിന് കഴിയുന്നു. അതുപോലെ തന്നെ ഇത്തനാ പ്യാർ കരൂങ്കി മെയിം ഖുദ് സെ ഇത്തനാ പ്യാർ, നമ്മളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവോ, ദേ സകൂം പ്യാർ എന്ന് വെച്ചാൽ ഇത്തനാ പ്യാർ കരൂങ്കി ദേ സകൂം പ്യാർ ദുനിയ കോ ഭി. നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂ. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ മറ്റുള്ളവരെ ഒരുപാട് സ്നേഹിക്കണമെങ്കിൽ ആദ്യം നമ്മളെ ഇഷ്ടപ്പെടണം. അതാണ് ഈ കഥയുടെ മൂല്യം. ഒറ്റവാക്കി പറഞ്ഞ സ്വയം മനസ്സിലാക്കിയാലേ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർത്താൽ മാത്രമേ നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ആദ്യം സ്വയം മനസ്സിലാക്കുക, എന്നിട്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായിരിക്കും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നന്നായിരിക്കും. അതതിൻ്റെ അർത്ഥം. നിങ്ങൾ പഠിച്ചില്ല, നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. पानी के लिए कविताओं में പ്രയുക്ത് ശബ്ദ് കോൻസായ. പാനിക്ക് പകരം കവിത ലഭിച്ചിരിക്കുന്ന ശബ്ദം ഏതാണ് എന്ന് വെച്ചാൽ വാക്ക് ഏതാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് പാനി എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജൽ എന്ന വാക്കാണല്ലോ ഉപയോഗിച്ചേക്കുന്നത്. കവിതാക്ക ആശയ് ലിഖോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ
അങ്ങനെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ നമ്മളെ സ്വയം ആദ്യം ഇഷ്ടപ്പെടുക. ഏറ്റവും നന്നായിട്ട് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടാൽ, നമ്മൾ നമ്മളെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവരെ സ്നേഹം കൊടുക്കാനും പറ്റുകയുള്ളൂ. അതാണ് ശരിക്കുള്ള ആശയം. അതിനുവേണ്ടി ആദ്യം മേഘത്തെപ്പറ്റി പറയുന്നുണ്ട്. മേഘം അതിൻ്റെ ജലത്തെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ടാണ് അത്രയും ഇഷ്ടത്തോടു കൂടി അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ആശയം വ്യക്തമാകുന്ന വിധത്തിൽ നിങ്ങൾ എഴുതുക. ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഇത് വായിച്ച് പഠിച്ച് ഇതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് ആ അർത്ഥം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അത് വായിക്കുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആൻസർ ഷീറ്റിലേക്ക് എഴുതുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അഥവാ കണ്ടില്ലേ, അഥവാ എന്ന് കൊടുത്തേക്ക് എന്താണ്? അതല്ലെങ്കിൽ. ഇത് ഓപ്ഷൻ ക്വസ്റ്റ്യൻ പോലെ ഉണ്ടല്ലോ. ഈ അഥവാ ഒക്കെ ഉള്ളതുകൊണ്ട് ഈ രണ്ടെണ്ണത്തിൽ രണ്ടാമത്തേതാണ് സൂചന. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ की कविता का यह अंश पढ़े और प्रश्नों को उत्तर लिखो. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ की എന്ന കവിതയുടെ ഭാഗം വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യഹ് ധർത്തി ഹേ इस किसान की जो बैलों के कंधों पर बरसात दाम में जुआ भाग्य का रख देता है. ഇതെന്താ പറഞ്ഞേക്കുന്നത്? വളരെ ഒരു പാഠഭാഗമാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയേ ഉള്ളൂ. എന്താണ്? കാളകളുടെ പുറത്ത് നുകം വെച്ച് കെട്ടി. അർത്ഥം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല, പക്ഷേ ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? കാളകളുടെ പുറത്ത് നുകം വെച്ച് കെട്ടി കൃഷി ചെയ്യുന്ന കർഷകൻ്റേതാണ് ഈ ലോകം. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ആ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക. ഭൂമി के लिए കവിതാ में പ്രയുക്ത ശബ്ദ कौन सा है? ഭൂമി എന്ന പദത്തിന് പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? ധർത്തി എന്നാണ് അല്ലേ? അടുത്ത കവിതക്ക അർത്ഥ ലിഖോ. നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്, അത് കൃത്യമായിട്ട് എഴുതുക. എഴുതുന്ന സമയത്ത് അതിൻ്റെ കൂടെ ആ ഒരു 1-2 സെൻറ്റൻസ് കുറച്ച് വിശദമായിട്ട് എഴുതുക. എന്താണ്? അതിനെപ്പറ്റി, കർഷകനെപ്പറ്റി ചില കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർഷകനെപ്പറ്റി 1-2 കാര്യങ്ങൾ എഴുതുക. 1-2 സെൻറ്റൻസിൽ മാത്രം എഴുതരുത്. ഒരു 4-5-6 സെൻറ്റൻസൊക്കെ എഴുതാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. ഒരു 4-5 സെൻറ്റൻസെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. ഭംഗിയായിട്ട് അറിയാവുന്നതുപോലെ അങ്ങ് എഴുതി വെച്ചേക്കുക കേട്ടോ. നിങ്ങൾ പാഠത്തിൽ പഠിച്ച അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. അടുത്ത 5-ാമത്തെ ഗതിവിധി എന്താണ്? സൂചന. പോസ്റ്റർ പടേ ഔർ പ്രശ്നോങ്ക ഉത്തർ ലിഖോ. ഈ താഴെ കൊടുത്തിരിക്കുന്ന പോസ്റ്റർ വായിച്ചു നോക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് താഴെയുള്ള ഉത്തരം ആൻസർ ചെയ്യാം. എന്താണ് ഇത് കൊടുത്തേക്കുന്നത്? വായിച്ചു നോക്കുക. നാടക പ്രസ്തുതി. ഇതൊരു പോസ്റ്ററാണ്, നാടകത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. നാടകത്തിൻ്റെ ആണോ? നമുക്ക് നോക്കാം. നാടക അവതരണത്തെ പറ്റിയാണ്. ഗാന്ധിജിക്ക് നമക് കഥ. ഗാന്ധിജി ഉപ്പുണ്ടാക്കിയ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത് തോന്നുന്നു. GUPS കൊല്ലം കെ സഭാഗൃഹമേ. അതായത് GUP സ്കൂൾ, കൊല്ലം GUP സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. സാത്വീം കക്ഷ കെ ഛാത്രോം ദ്വാര എന്ന് വെച്ചാൽ എന്താണ്? 7ാം ക്ലാസ്സിലെ കുട്ടികൾ അവതരിപ്പിക്കുന്നത്. ആഗസ്റ്റ് 12 സമയം 2 ബജെ. പിന്നെന്താ എഴുതിയേക്കുന്നത്? സബ്കാ സ്വാഗത്. അപ്പോൾ മനസ്സിലായില്ലേ? ഇത് ഒരു നാടകത്തിലേക്കുള്ള പോസ്റ്ററാണ്. നാടകത്തിൻ്റെ എന്ന് വെച്ചാൽ എവിടെയോ ഒരു കൊല്ലം GUP സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ നാടകം അവതരിപ്പിക്കുന്ന എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള പോസ്റ്റർ. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് താഴെ. നാടക കി കഥ പർ
നാടക കിസ് കഥ പർ ആധാരിത, ഏത് കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ്? ഏത് കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ്? കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജിക്ക് നമുക്ക് കഥ, ഗാന്ധിജി ഉപ്പുണ്ടാക്കിയ കഥ അല്ലേ? അത് എഴുതാൻ പറ്റില്ലേ? വൃത്തിയായിട്ടൊക്കെ എഴുതുക. അടുത്ത് പോസ്റ്റർ के आधार पर नाटक प्रस्तुत की रिपोर्ट तैयार करो. റിപ്പോർട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം റിപ്പോർട്ടാണ് ശരിക്കും തയ്യാറാക്കേണ്ടത്. നമുക്കൊരു ചെറിയൊരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന്? ചെയ്യാൻ പറ്റില്ലേ? അത് വൃത്തിയായിട്ട് ചെയ്യുക. ഓക്കെ. അടുത്ത് നോക്കാം. गांधी ने खुद नमक बनाकर अंग्रेजों का कानून तोड़ा. इससे संबंधित घटनाएं पढ़. അതായത് ഗാന്ധിജി ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷ് നിയമം ലംഘിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ പ്രബന്ധത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കി വായിച്ചിട്ട് താഴെ കൊടുക്കുന്ന ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക. എത്രയാണ്? ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഒന്നാമത് അംഗ്രേസും കാ നമക് പർ ടാക്സ് ലഗാന. ഉപ്പിന്മേൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് നികുതി ഉണ്ടാക്കി അല്ലേ? അതുപോലെ തന്നെ ടാക്സ് ലഗാനെ സെ നമക് കാ മാംഗന മഹങ്ക ഹോഗ. എന്താണ്? ഈ ടാക്സ് കാരണം ഉപ്പിന് വില കൂടുന്നു അല്ലേ? അംഗ്രേസും ദ്വാര ലോഗോം കോ നമക് ബനാത്തെ സെ രോക്ന. അതായത് ബ്രിട്ടീഷുകാർ ഉപ്പുണ്ടാക്കുന്ന ആളുകളെ വിലക്കി, ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. സാദിയോ കെ സാത്ത് ഗാന്ധിജി കാ നമക് ബനാന. ഗാന്ധിജി തൻ്റെ കൂട്ടാളികളുടെ ഒപ്പം പോയിട്ട് ഉപ്പുണ്ടാക്കി. അംഗ്രേസും കാല കാനൂൻ തോടന. ബ്രിട്ടീഷുകാരുടെ കരിനിയമം അല്ലേ? കരിനിയമം ലംഘിച്ചു. നമുക്ക് നോക്കാം. നമുക്ക് മഹങ്ക ഹോനെ കാ കാരൺ ക്യാ ഹെ. ഉപ്പിന് വില കൂടാനുള്ള കാരണം എന്താണ്? അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ? നാട്ടുകാരെ കൊണ്ട് ഉപ്പുണ്ടാക്കിയല്ല, ബ്രിട്ടീഷുകാർ ഇതിന് ടാക്സും വെച്ചു. അപ്പോൾ കാരണം വ്യക്തമല്ലേ? അപ്പോൾ ആൻസർ കൃത്യമായിട്ട് എഴുതുക. അടുത്ത് ഗാന്ധിജിനെ നമക് ബനാക്കർ അംഗ്രേസോं का काला कानून तोड़ा. इस घटना की റിപ്പോർട്ട് തയ്യാർ കരം. ഉപ്പുണ്ടാക്കി ഗാന്ധിജി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ കരിനിയമം ലംഘിച്ചു. ഈ സംഭവത്തെ പറ്റി റിപ്പോർട്ട് ഉണ്ടാക്കുക. റിപ്പോർട്ട് ഉണ്ടാക്കാൻ അറിയത്തില്ലേ? റിപ്പോർട്ട് വ്യക്തമായിട്ട് ഉണ്ടാക്കുക. അടുത്ത് നമുക്ക് നോക്കാം. ഈ കവിതാംശം വായിക്കുക അല്ലേ? കവിതാംശ് പഠേം ഔർ പ്രശ്നോങ്കോ ഉത്തർ ലിഖോ. ഇത് വായിച്ച് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. വഹ് ദേഖോ മാം ആജ് खिलौने वाला फिर से आया है. എന്ത് പറഞ്ഞേക്കുന്നത്? അത് നോക്കൂ അമ്മേ, കളിപ്പാട്ടം വിൽക്കുന്ന ആള് ഖിലൗനെ വാല വീണ്ടും വന്നിട്ടുണ്ട്. കൈ തരഹ് കെ സുന്ദർ സുന്ദർ നാം നൈ ലിഖൗനെ ലായ. വിവിധ നിറങ്ങളിലുള്ള മനോഹരങ്ങളായ കളിപ്പാട്ടങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഹര ഹര
തോത്ത പിജഡേമേ. എന്താണ്? പച്ച നിറത്തിലുള്ള ഒരു തത്തയെ കൂട്ടിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗേന്ദ് ഏക്ക് പൈസേ വാലി. ഗേന്ദ് എന്ന് വെച്ചാൽ പന്ത് 1 പൈസയ്ക്ക് അല്ലെങ്കിൽ 1 രൂപയ്ക്കായിരിക്കും. ഏക്ക് പൈസയ്ക്ക് പന്തുണ്ട്. ചോട്ടി സി മോട്ടോർ ഗാഡി, ചെറിയ മോട്ടോർ വണ്ടികൾ അയാളുടെ കയ്യിലുണ്ട്. സർസർ സർസർ ചലനേ വാലി. എങ്ങനെയാണ് ആ ചെറിയ മോട്ടോർ വണ്ടി പോകുന്നത്? ചെറിയ ശബ്ദം ഉണ്ടാക്കി നീങ്ങുന്ന മോട്ടോർ വണ്ടികളാണ്. നോക്കാം. എന്താണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാലോ. കോൻ ഖിലൗനെ ലായ. കളിപ്പാട്ടം കൊണ്ടുവന്ന ആരാണ്? കളിപ്പാട്ട വിൽക്കാനൊക്കാനല്ലേ, ഖിലൗനെ വാല അല്ലേ. സഹി മിലാൻ കരോ. എന്താണ്? ശരിയായ പൊരുത്തം കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എന്താണ്? സുന്ദർ സുന്ദർ, ആ എന്താണ് കൊടുത്തിരിക്കുന്ന പാഠഭാഗം നോക്കിയാൽ തന്നെ, അല്ലെങ്കിൽ ആ പദ്യത്തിൻ്റെ ഭാഗം, കവിതാഭാഗം നോക്കിയാൽ തന്നെ നമുക്കറിയാം എന്താണ് സുന്ദർ സുന്ദർ. സുന്ദർ സുന്ദർ, ഹര ഹര, ഏക്ക് പൈസേ വാലി, ചോട്ടി സി. നിങ്ങൾ ആദ്യം ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആദ്യം മാച്ച് ചെയ്യുക. അതിനുശേഷം അറിയാത്ത ഏതാണെന്ന് നോക്കി വെച്ച് ശ്രദ്ധിച്ച് അതിനകത്ത് നോക്കി എഴുതുക. അറിയാവുന്ന മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അറിയാത്തതിൽ കുറച്ചല്ലേ ഉണ്ടാവും, 2 ഉണ്ടാവുള്ളൂ, 1-2. അപ്പോൾ അത് മാച്ച് ചെയ്യാം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയത് മനസ്സിലാവുന്നില്ല. വളരെ ഈസിയാണ്. എന്താണ് സുന്ദർ സുന്ദർ, എന്താണ് ഹര ഹര. മനോഹരങ്ങളായ ഏതൊക്കെയാണ്, പച്ച നിറത്തിൽ എന്തൊക്കെയാണ്, ഏക്ക് പൈസയ്ക്ക് 1 പൈസയ്ക്ക് കിട്ടുന്ന എന്താണ്, ചോട്ടിസി ചെറുത് എന്താണ്, എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, വളരെ നന്നായിട്ട് എക്സാം എഴുതുക. നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്ത് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. നിങ്ങൾ എത്രമാത്രം ഹിന്ദി ഉൾക്കൊണ്ടു എന്നാണ് ഇതിൻ്റെ അകത്ത് നിന്ന് അവർ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ ടെൻഷനൊന്നും കൂടാതെ പരീക്ഷ എഴുതുക. നല്ല മാർക്ക് ഇടുക. എനിക്കറിയാം നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോട്ടെ. അപ്പം ആ പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം പറഞ്ഞ പോലെ എന്താണ് ആദ്യം പറഞ്ഞേക്കുന്നത്, ഏറ്റവും ആദ്യം പറഞ്ഞിട്ടില്ലേ, ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനകത്ത് നിർബന്ധമായിട്ടും എഴുതണം അല്ലേ. പിന്നത്തെ ഓപ്ഷനുണ്ട്, ഓപ്ഷനുള്ള പോലെ എഴുതുക. അല്ലാതെ നിർബന്ധം എഴുതുക, അങ്ങനെ എഴുതുക കേട്ടോ. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിച്ച് വ്യക്തമായിട്ട് എഴുതുക. സംശയങ്ങൾ കൂടെ എഴുതുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.